നിങ്ങൾ വിചാരിക്കും ഉസ്താദ് ഇങ്ങനെ മുന്തിരിയൊക്കെ നല്ല ഉഷാറായിട്ട് കഴിക്കുന്നുണ്ട്, ആദ്യമായിട്ടാണോ മുന്തിരി കഴിക്കുന്നത് എന്ന് ചിന്തിക്കും. ആദ്യമായിട്ടല്ല, പലപ്പോഴും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മുന്തിരിക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് സ്വന്തമായി കൃഷി ചെയ്ത് അത്യാവശ്യം ചെറിയ അധ്വാനം നടത്തി അത് പാകമായത് ഇപ്പോൾ പറിച്ച് മുമ്പിൽ കൊണ്ടുവച്ച് വളരെ സന്തോഷമായിട്ട് മനസ്സ് നിറഞ്ഞ് കഴിക്കുന്ന മുന്തിരിയാണ്. ഇത് സാധാരണ മുന്തിരിയല്ല, ഇത് തമിഴ്നാട്ടിലെ കമ്പത്തെ മുന്തിരിയല്ല. ഇത് സ്വന്തം കൈകൊണ്ടുള്ള അധ്വാനത്തിൽ നിന്ന് കിട്ടിയതാണ്. 4-5 വർഷമായി ഇതിൻ്റെ തൈകൾ വെച്ചിട്ട് ഇപ്പോൾ അത്യാവശ്യം 2-3 തവണയായിട്ട് അത്യാവശ്യം മുന്തിരി കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനത്തിന് വേണ്ടിയിട്ടിട്ടതാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. കാരണം പല ആളുകളും വളരെ റയറായിട്ട് ചില മുന്തിരികളൊക്കെ ഇങ്ങനെ പറിക്കുന്ന സമയത്ത് ഇത് പറ്റുമോ, നമുക്ക് സാധ്യമാണോ, ഇത് മറ്റുള്ള പ്രത്യേക ഒരു ക്ലൈമറ്റ് വേണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക കൃഷി രീതിയാണെന്നൊക്കെ ചിന്തിക്കും. ഇതിപ്പോൾ ഞാനിന്ന് വിളവെടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. നമ്മൾ ഈ പ്രത്യേകിച്ച് രാസവളങ്ങളോ മറ്റ് കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഒന്നിച്ച് പഴുത്ത് കിട്ടൂല. ഇങ്ങനെയുള്ള ചില കീടനാശിനി പ്രയോഗങ്ങൾ, വിഷാംശം, പോയിസണൊക്കെ അടിക്കുന്നത് പ്രത്യേകിച്ച് കേട്ടിട്ടുണ്ട്. കൂടുതൽ ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ പോയിസൺ ഉപയോഗിക്കുന്നത്, വിഷാംശമുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നത് മുന്തിരിയിലാണെന്ന് കേട്ടിട്ടുണ്ട്. കഴിയാൽ പോലും അതിൻ്റെ അംശം ഉണ്ടാകുന്നതാണ്. എന്തായിരുന്നാലും ഇതിങ്ങനെ നമ്മൾ നട്ട് വളർത്തി അത് പാകമാകുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒന്നിച്ച് പഴുക്കാത്തത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുമ്പോഴും ആ കൊലയിലുള്ള എല്ലാ കായ്കളും ഒരുപോലെ പഴുക്കയില്ല. നമുക്കൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. സ്ഥലമില്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ടെറസിൻ്റെ മുകളിലാണ്, കണ്ടാൽ അറിയാം. താഴെയാണ് ഇതിൻ്റെ ചുവടുള്ളത്, താഴെയാണ് തൈ നട്ടത്. മുകളിലേക്ക് പടർത്തി കയറ്റി അതിന് വേണ്ട പന്തലൊരുക്കി. ഒരു പന്തൽ അത്യാവശ്യമാണ് ഇതിന്. ഏറ്റവും പ്രധാനം വെയിൽ, ചൂട് ഇതിനാവശ്യമാണ്. ഇത് ചൂട് സമയത്താണ് ഇതിൻ്റെ പ്രൂൺ ചെയ്യേണ്ടതും അതിന് വേണ്ട പരിചരണങ്ങൾ നൽകേണ്ടതും പ്രധാനമായും ചൂട് സമയത്താണ്. തണുപ്പ് ഇതിന് അത്ര യോജിച്ചതല്ല. തണുപ്പ് സമയത്ത് മുമ്പ് ഞാൻ മഴ സമയത്ത് ഇതിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് ഒരു തവണ മഴ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇത് പ്രൂൺ ചെയ്തു. അപ്പം മഴയത്ത് ഇതെല്ലാം വെള്ളം കയറി അങ്ങ് അത് കേടായി താഴേക്ക് ഇങ്ങനെ വീഴുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് കുറേയൊക്കെ. അപ്പം നല്ല ഉണക്ക സമയമാകുമ്പോൾ നല്ല മധുരിക്കുന്നത് ഉണക്ക സമയത്താണ്. നല്ല ചൂട് കിട്ടുമ്പോഴാണ് ഇതിന് മധുരം കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പറിക്കുന്നതിന് പാകമാകുന്നതിന് 2-3 ആഴ്ച മുമ്പ് പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. അത് ഇതിൽപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ ഇത് വലിയ ലൈഫുള്ള ഒരു വൃക്ഷമാണ്, ഈ തൈയാണിത്, വള്ളിയാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം 30 വർഷത്തോളം, 25 മുതൽ 30 വർഷത്തോളം ഇതിന് ലൈഫ് പറയുന്നുണ്ട്. പെർമനൻ്റായി നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ചെറിയ നെറ്റ് എന്തെങ്കിലും അടിച്ചിട്ട് വള്ളി കയറൊക്കെ വലിച്ച് കെട്ടി വൃത്തിയാക്കി വെച്ചാൽ അന്തരീക്ഷത്തിലും സന്തോഷകരമായിട്ട് ഇങ്ങനെ ടേബിളിൻ്റെ പുറത്ത് പറിച്ച് വെച്ചിട്ട് നല്ല മധുരമുള്ള മുന്തിരി, പ്രത്യേകിച്ച് ഈ ഉഷ്ണ സമയത്തൊക്കെ നല്ല സന്തോഷമായിട്ട് കഴിക്കാം. എല്ലാവരും അത് ട്രൈ ചെയ്യാമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.